മമ്മൂക്കയുടെ കണങ്കാവൽ സിനിമ നൽകിയ ആ ഒരു എനർജി, ആ ഒരു എക്സ്പീരിയൻസ് അത് തീരുന്നതിന് മുമ്പ് തന്നെ ചുമ്മാ സമയം കളയാനായിട്ട് യാദൃശ്ചികമായിട്ട് കയറി കണ്ട ഒരു സിനിമയാണ് ജിതിൻ സുരേഷ്, നവാഗത സംവിധായകൻ ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായിട്ട് അഭിനയിക്കുന്ന ധീരം എന്ന് പറയുന്ന സിനിമ. യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു, വെറുതെ കുറച്ച് സമയം കളയാമെന്ന് കരുതി മാത്രം കയറിയതാണ്. പക്ഷേ അത് വേറെ ഒരു ലെവലാണ്. ഈ കണങ്കാവലുമായിട്ട് ചില സാമ്യതകളുണ്ട്. ഇതൊരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു ഛായാചിത്രം വരയ്ക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ പല ചെറിയ ചെറിയ നായകൻ്റെ പേര്, ഇതിൻ്റെ ഇന്ദ്രജിത്തിൻ്റെ പേര് മോഹൻ എന്നാണെങ്കിൽ അപ്പുറം മമ്മൂക്കയുടെ പേര് മോഹൻ എന്നാണ്. അങ്ങനെ ചെറിയ ചെറിയ സാമ്യതകളുണ്ട്. പക്ഷേ സിനിമയുടെ ആ ഒരു പ്ലോട്ട്, സിനിമ നമ്മളെ കൊണ്ട് ആദ്യത്തെ 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ സിനിമയിലേക്ക് വീഴും. അത് കഴിഞ്ഞാൽ പിന്നെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ജോസഫിന്റെ സിനിമയിൽ കാണുന്ന പോലെ ആവശ്യമില്ലാതെ ചുമ്മാ ചറവറ ട്വിസ്റ്റുകളല്ല, ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ വളരെ കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ്, ട്വിസ്റ്റ് എല്ലാം അടിപൊളി. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കഥാപാത്രങ്ങളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കഥാപാത്രങ്ങളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരതിൽ തന്നിരിക്കുന്ന കാഴ്ചക്കാർക്ക് തന്നിരിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കിടിലമാണ്. അത് രഞ്ജി പണിക്കർ കമ്മീഷണറായിട്ട് സ്ഥിരം അഭിനയിക്കുന്ന പോലെ, സാഗർ സൂര്യ അദ്ദേഹം വീണ്ടും വീണ്ടും നല്ലൊരു നല്ലൊരു അഭിനേതാവാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അജു വർഗീസ് ചെറിയൊരു സമയത്തേക്ക് കടന്നു വരുന്നുള്ളൂ എങ്കിലും കിഡുവായിട്ട് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. ലേഡി ക്യാരക്ടേഴ്സ് ആണെങ്കിലും ദിവ്യ പിള്ളെ, അതുപോലെ തന്നെ റെബേക്ക മോണി, ഇവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, പേര് എനിക്ക് അറിയത്തില്ല, പക്ഷേ സൂപ്പർ. ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ, അവരുടെ അഭിനയം, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. മണികണ്ഠ അയ്യപ്പൻ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് പറഞ്ഞു, ഇത് റിവെഞ്ച് സ്റ്റോറിയാണ്, ഇതൊരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. അതിനെല്ലാം കൊടുത്തിരിക്കുന്ന മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും എലവേറ്റ് ചെയ്യും, നമ്മളെ അറ്റ് ദി എഡ്ജ് ഓഫ് ദ സീറ്റ് അങ്ങനെ ഇരുത്തി കാണിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ചെറിയ സിനിമയെ നമുക്ക് തോന്നുമെങ്കിലും ഇതൊരു ചെറിയ സിനിമയല്ല. നത്തോലിയ അത്ര ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ ഇതത്ര ചെറിയ മീനല്ല, അത്ര ചെറിയ സിനിമയല്ല. ഞാൻ ഉറപ്പ് പറയുന്നു, ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർത്ത് വാച്ചിങ് ആണ്. ആ സമയം നമുക്കൊരിക്കലും നഷ്ടമാവില്ല. 2 മണിക്കൂർ 28 മിനിറ്റ് അടിപൊളിയായിട്ട് പൃഥ്വിരാജ്, നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ വളരെ എന്ത് തന്മയത്വത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം, നമ്മൾ കണ്ടിരുന്നു പോകും. സിനിമയുടെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയില്ല, കാരണം ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് അതൊരു സ്പോയിലറായിട്ട് മാറും. എങ്കിലും ഒരു +2 കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ, ഊട്ടിയിലൊക്കെ പോയി പഠിക്കുന്ന, സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആ ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നീട് അത് 2024 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതികാര ഒരു കഥയാണ്. കൂടുതൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല, കാരണം പക്ഷെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുകയില്ല. പക്ഷെ സിനിമ മസ്റ്റ് വാച്ചാണ്. ഇത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ, അത് ആ സിനിമയുടെ ആവശ്യമാണെങ്കിലും ചെറിയൊരു ലാഗ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമ അടിപൊളി സിനിമയാണ്. കണങ്കാവൽ കഴിഞ്ഞാൽ അടുത്ത പടം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന സിനിമ ധീരമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.